അപ്പൊ ചങ്ങായിമാർ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്ന പാർക്കിംഗ് ഫീസ് ഇപ്പൊ ഏകദേശം എല്ലാ ഏരിയയിലും ആയി തുടങ്ങി. 4000 സ്ഥലത്തിന് മേലെ സ്ഥലങ്ങളിൽ പാർക്കിംഗ് പുതിയതായിട്ട് വരുന്നത്. അതുപോലെ മെയിൻ സ്ഥലങ്ങൾ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ ഏരിയകളിലാണ്. സ്കൂൾ ടൈമിൽ മാത്രം പാർക്കിംഗ് ഫീസ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പാർക്കിംഗ് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡ്രൈവർമാരെല്ലാം ജാഗ്രതയായിട്ട് പാലിക്കും. പിന്നെ അതേപോലെ വേറെ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഇപ്പോഴും അറിയില്ല, വൈറ്റും നീല കളറാണ് 3 ദിറംസ് പ്രീമിയം കളർ. ആ ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ദിറംസും പക്കായിട്ട് ഇടണം. അതല്ല ബ്ലാക്കും നീലയാണെങ്കിൽ 2 ദിറംസ് ആണ്. അത് നോർമൽ. ഇത് രണ്ടും മനസ്സിലാക്കണം. ചില ഏരിയയിൽ ബ്ലാക്ക് നീലയും ബാക്ക് സൈഡും ഫ്രണ്ടേജ് വരുന്നത് വൈറ്റും നീലയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, 2 കളറുകൾ. പിന്നെ വേറെ ഒന്ന് ശ്രദ്ധിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ടൗൺ ഏരിയയിൽ ചില ഏരിയകളിലൊക്കെ രാത്രി 9 മണിന്റെ ശേഷം ഫീസ് പാർക്കിംഗ് ഇടാൻ പാടില്ല. പാർക്കിംഗ് ഇടാനല്ല, വണ്ടിനെ ഇടാൻ പാടില്ല. സാധനം വാങ്ങാൻ പോവുക, അവിടെ ഇട്ട് വെക്കാൻ പറ്റും. അവിടെ ആളുണ്ടെങ്കിൽ 3/4 രൂപ വരും. പക്ഷെ അവിടെ ആ ബോർഡ് കൊടുത്തിട്ടുണ്ടാവും, ഇന്ന ടൈം വരെ ഇവിടെ വണ്ടി ഇടാൻ പാടില്ല എന്ന് കറക്റ്റായിട്ട് ബോർഡ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥിതിക്ക് നല്ലൊരു ആപ്പ് വന്നിട്ടുണ്ട്. ഞാൻ ആ ആപ്പിനെ നമ്മൾ പരിചയപ്പെടുത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചാൽ, അല്ലാതെ അത് പ്രൊമോട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. നമ്മൾ ആൾക്കാർ, നമ്മൾ സുഹൃത്തുക്കൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഏകദേശം നമുക്ക് എന്താണ് ആ പ്രീമിയം നോർമലും നോക്കിയാൽ മതി. ഇപ്പോൾ ദുബായിലും മറ്റ് സ്ഥലങ്ങളിലാണ് ആ പാർക്കോഡും കാര്യങ്ങളൊക്കെ ഉള്ളത് ഓരോ ബോർഡുകളിൽ. അല്ലെങ്കിൽ എവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഫോണിൽ നിന്ന് നിങ്ങൾ ഫോണിൽ പൈസ ഉണ്ടോ, അതായത് നമ്മൾ സാധാ നോർമൽ റീചാർജ് ചെയ്താൽ മതി. നോർമൽ റീചാർജ് ചെയ്ത് നമ്മൾ ഫോണുമായി കണക്റ്റഡ് ആക്കലാണ്. അത് കണക്റ്റഡ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഇതിന്റെ അടിയിൽ കൊടുക്കുക, എങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഞങ്ങൾ പാർക്കിംഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പാണ് വരും. ഈ ആപ്പ് ലോഡ് ആക്കിയതിന്റെ ശേഷം സ്റ്റാർട്ടിങ് കൊടുക്കുക, ഓള് കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് ഏത് കൺട്രി ആവാൻ വേണ്ടി അത് കൊടുത്തതിന് ശേഷം നേരെ പോയി അല്ലെങ്കിൽ അബുദാബി കൊടുത്ത അല്ലേന് സെക്ഷന് വരും. അപ്പോൾ സ്റ്റാൻഡേർഡും വരും, പ്രീമിയം വരും. അതിൽ നിങ്ങൾ സെക്ഷൻ കൊടുത്തതിന് ശേഷം അടിയിലുണ്ടാവും നിങ്ങൾക്ക് നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻസ്. ഈ നമ്പർ അടിച്ചതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ ഫോൺ നമ്പർ അടിച്ചാൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ ദുബായിലാണെങ്കിൽ അത് ഓരോ സെക്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഫീസ് ഇടാം. പിന്നെ അക്കൗണ്ടുമായിട്ടുള്ള ഉണ്ട്, അത് വേറെ ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ ഫോണിൽ റീചാർജ്, നമ്മൾ ഫോണിൽ 20 ദിറംസ് ഉണ്ടെങ്കിൽ എന്താ നമുക്ക് സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് എന്താ പാർക്കിംഗ് ഫീസ് ഒക്കെ ഇടാം. അപ്പൊ അതിന്റെ ആപ്പ് ഇവിടെ കൊടുക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരണോളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഏരിയയിലും ഇപ്പോൾ നമ്മൾ ഈ നട്ടു വെച്ചൊക്കെ പോയിട്ട് പാർക്കിംഗ് ഫീസ് ഇട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചാണ്. പിന്നെ നമ്മൾ പുതിയ ലീവ് വന്നിട്ടുണ്ട് ഡിസംബറിൽ. അപ്പൊ ആരും നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന ശൈത്യകാല അവധിയോടെയാകും ഈ അധ്യയന വർഷത്തിലെ ആദ്യ ടേം അവസാനിക്കുക. ഡിസംബർ 8 മുതൽ അടുത്ത വർഷം ജനുവരി 4 വരെ കുട്ടികൾ ഡിസംബർ 8 മുതൽ ജനുവരി 4 വരെ അടിപൊളി ഒരു മാസം ലീവ് ഉണ്ട് ചെങ്ങന്മാരെ. അപ്പൊ ആരും മറക്കണ്ട, നാട്ടിൽ പോയിട്ട് എൻജോയ്മെന്റ് ഇതുപോലെ ഇൻഷാ അല്ലാഹ് അടിപൊളി. അപ്പൊ അടുത്ത വീഡിയോ കൊണ്ട് കാത്തുക. ഓക്കെ, ബൈ.